ഇനി അങ്ങോട്ടുള്ള കുറച്ച് മാസങ്ങൾ നമ്മുടെ നാട്ടിൽ ഉത്സവങ്ങളുടെയും പൂരങ്ങളുടെയും ഒക്കെ സമയമല്ലേ. പ്രത്യേകിച്ചും ആനകളെ നമ്മളെല്ലാം ആഘോഷമാക്കുന്ന ഒരു കാലമാണ്. ഈ സമയത്ത് എടുത്തു പറയേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ്. ആന എഴുന്നള്ളത്തിനും കൂച്ചുവിലങ്ങ് വരാൻ പോകുന്നു എന്നതാണ് വിദഗ്ധ സമിതി ശുപാർശകളാണ് കേട്ടോ ഇത്. അതായത് ആനകളെ എഴുന്നള്ളിക്കുന്നതിൽ, നാട്ടാന പരിപാലനത്തിലൊക്കെ കടുത്ത നിയന്ത്രണങ്ങൾ വരാൻ പോകുന്നു എന്നതാണ്. ആനകളെ വിശ്രമമില്ലാതെ കൊണ്ടു നടക്കുന്നതിന് അല്ലെങ്കിൽ അതിന് കൃത്യമായി നിയന്ത്രണങ്ങൾ വരുന്നതിനൊക്കെ വിദഗ്ധ സമിതി കൃത്യമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ്. എന്തൊക്കെയാണ് പ്രാഥമികമായിട്ടുള്ള നിർദ്ദേശങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ആനകൾ തമ്മിലുള്ള അകലം 5 മീറ്റർ വേണമെന്നതാണ് അതിലെ ഒരു നിബന്ധന. പ്രത്യേകിച്ചും ഈ ഉത്സവങ്ങളും പൂരങ്ങൾക്കുമൊക്കെ നമുക്ക് കാണാം ആനകളെ അടുപ്പിച്ചടുപ്പിച്ചാണ് ഈ എഴുന്നള്ളത്തിലൊക്കെ ഉണ്ടാവുക. പക്ഷേ അത് കൃത്യമായി 5 മീറ്റർ ദൂരം പാലിക്കണം. ഒപ്പം ജനങ്ങളുമായി, ഈ പൂരപ്രേമികൾ ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കുന്നവരുമായി 10 മീറ്റർ മാറി നിൽക്കണം. ആനയുമായി ജനങ്ങളുടെ അകലം 10 മീറ്റർ എങ്കിലും ഉണ്ടായിരിക്കണമെന്നാണ്. ഇതിനോടൊപ്പം ചേർത്തുള്ള മറ്റൊരു നിർദ്ദേശം എന്നത് ഈ തീവെട്ടി, നമുക്കറിയാലോ പൂരത്തിനൊക്കെ മുമ്പിൽ ഈ തീയുമായി പോകുന്നൊരു പരിപാടിയുണ്ട്. അപ്പോൾ അത് 5 മീറ്റർ എങ്കിലും മാറി പിടിക്കണം എന്നതാണ്. നമുക്കറിയാം ചൂട് ഇതൊക്കെ ആനയെ ചിലപ്പോൾ അസ്വസ്ഥമാക്കും. അതിൻ്റെയൊക്കെ കാര്യങ്ങൾ പരിഗണിച്ചാണ്. ഇനി മറ്റുള്ള ചില നിർദ്ദേശങ്ങൾ. ഈ ആനകളെ തുടർച്ചയായി എഴുന്നള്ളിക്കാൻ പാടില്ല എന്നതുണ്ട്. അതിൽ പറയുന്നൊരു കാര്യം, 4 ദിവസത്തിൽ കൂടുതൽ തുടർച്ചയായി ആനകളെ എഴുന്നള്ളത്തിന് ഉപയോഗിക്കാൻ പാടില്ല. 4 ദിവസം കഴിഞ്ഞാൽ കൃത്യമായി 2 ദിവസത്തെ വിശ്രമം ആനകൾക്ക് നൽകിയിരിക്കണമെന്നതാണ്. ഒപ്പം ആനകളെ യാത്ര ചെയ്യുന്നല്ലോ, നമ്മൾ ഇപ്പോൾ ഓരോ പൂരപ്പറമ്പിൽ നിന്ന് പൂരപ്പറമ്പിലേക്കുള്ള യാത്രകൾ, ആ യാത്രയും ഈ ജോലി സമയമായി കണക്കാക്കണം. അതായത് 2 ദിവസം പൂരത്തിന് എഴുന്നള്ളിച്ചു, 3ാമത്തെ ദിവസം യാത്ര എന്നാണെങ്കിൽ അതിനനുസരിച്ചുള്ള വിശ്രമം വേണമെന്നത്. ഇനി പറയുന്നൊരു പ്രധാനപ്പെട്ട നിർദ്ദേശം, പ്രശ്നക്കാരായ ആനകളുടെ പട്ടിക തയ്യാറാക്കണമെന്നാണ്. പലപ്പോഴും ഉത്സവങ്ങൾക്കുമൊക്കെ ആന ഇടഞ്ഞുണ്ടാകുന്ന നിഷ്ഠസംഭവങ്ങൾ നമ്മൾ കാണുന്നതാണ്. അതുകൊണ്ട് ഒരു പ്രത്യേകം പട്ടിക അതുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കി വെക്കണം. ഈ വർഷത്തിൽ 2 തവണയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ആനകളെ പ്രശ്നക്കാരായി കണക്കാക്കാമെന്നാണ് അതിലെ ഒരു നിർദ്ദേശം. ഇനി നമുക്കറിയാം ഈ ആനയുടെ പേര് കെട്ടിത്തൂക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരു പേര് ഫലകം. ഇപ്പോൾ മംഗലശ്ശേരി, മനുശ്ശേരി, അങ്ങനെ പല ഗംഭീരമായ പേരുകളുള്ള ആനകൾ. അപ്പോൾ അത് അങ്ങനെ കെട്ടിത്തൂക്കുന്ന രീതി എന്തിന് എന്നതാണ് വിദഗ്ധ സമിതി ചോദിക്കുന്ന ഒരു കാര്യം. അത് ഉടമകളുടെയൊക്കെ ഒരു സാമ്പത്തിക താല്പര്യമാണ് ഇങ്ങനെ പേര് കഴുത്തിൽ തൂക്കുന്നത് എന്നതാണ് ആ സമിതിയുടെ ഒരു മുന്നോട്ട് വയ്ക്കുന്ന ഒരു ചിന്ത. അതിലൊക്കെ കോടതിയാണ് അന്തിമമായ തീരുമാനം എടുക്കേണ്ടത്. ഇനി ആനയുടെ മറ്റു ചില കാര്യങ്ങൾ, 2.5 മണിക്കൂറിൽ കൂടുതൽ തുടർച്ചയായി ആനയെ കൊണ്ട് യാത്ര ചെയ്യിക്കരുത് എന്നാണ്. ഈ വാഹനങ്ങളിലാണല്ലോ ആനയെ മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ കൊണ്ടുപോവുക. ഒപ്പം ആനയെ കൊണ്ടുപോകുന്ന വാഹനങ്ങളുടെ വേഗം, അതിൽ കൃത്യമായ നിയന്ത്രണമുണ്ട്. 25 കിലോമീറ്ററിലധികം വേഗത്തിൽ ഈ വാഹനങ്ങൾ ഓടാൻ പാടുള്ളതല്ല. ഇനി ആനകൾക്കുമുണ്ട് റിട്ടയർമെൻറ്റ് പ്രായം. അതായത് 65 വയസ്സ് കഴിഞ്ഞാൽ ആനകളെ വിരമിക്കുക എന്നതാണ്. അത്തരം ആനകളെ പരിപാലിക്കാനായി കോപ്പസ് ഫണ്ട് എന്ന രീതിയിൽ ഒരു ഫണ്ട് രൂപീകരിക്കണം. അതിന് ആന ഉടമകളിൽ നിന്നൊക്കെ തന്നെ പണം കണ്ടെത്തണമെന്നുണ്ട്. പിന്നെ തുടർച്ചയായ ചട്ടലംഘനങ്ങളൊക്കെ ഉണ്ടായാൽ ഈ ആനകളെ പിടിച്ചെടുക്കണം എന്നതുകൂടി സർക്കാരിൻ്റെ ഈ പുതിയ കരട് നിർദ്ദേശങ്ങളിലൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഇതിൽ അന്തിമ തീരുമാനം വരാൻ പോകുന്നത് ഹൈക്കോടതി തന്നെയാണ് അതിൽ തീരുമാനമെടുക്കുക. പക്ഷേ ഈ സമയമായതുകൊണ്ട് പൂരപ്രേമികളുമൊക്കെ വളരെ ആകാംക്ഷയോടെ, ആശങ്കയോടെയൊക്കെ കാണുന്നതാണ്. എന്തായാലും ഈ ഉത്സവങ്ങളുടെയും പൂരങ്ങളുടെയും ഒക്കെ ഒരു വർണ്ണാഭമായ കാഴ്ചകൾക്ക് ആനകൾ പലപ്പോഴും നിർബന്ധമായി വരികയും ചെയ്യുന്നുണ്ട്. അതൊക്കെ കണക്കിലെടുത്തുള്ള ഒരു തീരുമാനം. ഒപ്പം ആനകളുടെ സുരക്ഷയും അതിൽ പങ്കെടുക്കുന്ന, ഉത്സവത്തിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ആഘോഷവേളയിൽ പങ്കെടുക്കുന്ന മനുഷ്യരുടെയും സുരക്ഷ ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.